ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാങ്ങാച്ചാറിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇതുപോലെ കുറച്ച് കണ്ണി മാങ്ങകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ അച്ചാറിടാനാണ് പോകുന്നത്. തീ പോലും കത്തിക്കേണ്ട ആവശ്യമില്ല, വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു അച്ചാർ ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് ആദ്യം ഈ മാങ്ങയെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അമ്മയാണ് മാങ്ങയെല്ലാം കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഈ മാങ്ങകളെല്ലാം തന്നെ സീഡ് ഉറക്കാത്ത മാങ്ങകളാണ്. പിന്നെ ഇതുപോലെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ സീഡ് കളഞ്ഞിട്ട് ഇതുപോലെ വലിയ പീസായിട്ട് മുറിച്ചിടുകയാണ് ചെയ്യുന്നത്. മാങ്ങയെല്ലാം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. മാങ്ങയെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഈ ഒരു ഗ്ലാസ് ബോട്ടിലാണ് ഞങ്ങൾ വാങ്ങിയിട്ടുള്ളത്. ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് 250 രൂപയാണ്. ഇത് 2 ലിറ്ററിൻ്റെ ഗ്ലാസ് ബോട്ടിലാണ്. കഴിഞ്ഞിട്ട് എരിവിന് ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞങ്ങൾ കുറച്ച് കൂടുതൽ മുളക് പൊടി ഇടുന്നുണ്ട്. ലിയക്കുട്ടൻ BBSന് പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇന്ന് BBSൻ്റെ ഫൈനൽ ഡേ ആണ്. അതുകൊണ്ടായിട്ട് റാലിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ മാങ്ങ അച്ചാർ ഇട്ട് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ലിയക്കുട്ടനെ കൊണ്ടുവിടാനായിട്ട്. ഇനി ഉപ്പ് മുളക് പൊടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ജാറിലേക്ക് വാരിയിടാം. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, തീ പോലും കത്തിക്കാതെ ഉണ്ടാക്കുന്ന മാങ്ങാച്ചാറാണ്. മാങ്ങ ഉപ്പിലിട്ടതെന്നൊക്കെ വേണമെങ്കിൽ എല്ലാവരും കളിയാക്കി പറയുമായിരിക്കും. ഈ ഒരു മാങ്ങാച്ചാർ നമുക്ക് 1 വർഷം വരെ കേടുകൂടാതെ ഉപയോഗിക്കാൻ പറ്റും. ഇനി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത്. നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഏകദേശം 250 ഗ്രാം നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇത് 1/2 ലിറ്ററിൻ്റെ ബോട്ടിലാണ്. ഇതിൻ്റെ നേരെ പകുതി ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് വീണ്ടും മാങ്ങ ഫില്ല് ചെയ്യുകയാണ്. ഇതിപ്പോൾ മാങ്ങ ഈ ബോട്ടിൽ നിറച്ച് ഇരിപ്പുണ്ട്. ഇനി നമുക്ക് ഇതിനെ അടച്ചിട്ട് നേരെ വെയിലത്ത് കൊണ്ട് വയ്ക്കണം. വെയിലത്ത് വയ്ക്കുമ്പോൾ ഇതിൻ്റെ അളവൊന്ന് കുറഞ്ഞു വരും. ഇതിപ്പോൾ ഏകദേശം ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ടുണ്ട്. 2 ആഴ്ച കൊണ്ട് ഇതിൽ ഏകദേശം മാങ്ങയും തീരാറായിട്ടുണ്ട്. ഇതൊന്ന് തുറന്ന് കാണിക്കാം. ഇങ്ങനെ നല്ലെണ്ണ തെളിഞ്ഞ് നിൽക്കുന്നതുകൊണ്ടാണ് ചീത്തയാകാതിരിക്കുന്നത്. ഈ ഒരു അച്ചാറും പച്ചവെള്ളവും കൂടെ കുടിക്കാൻ സൂപ്പറാണ്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് വേണ്ടത് നല്ലെണ്ണയാണ്. ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആദ്യം ഒരാഴ്ച വരെ വെയിലത്ത് തന്നെ വെക്കണം. നല്ല വെയിൽ കൊള്ളിക്കണം. അത് കഴിഞ്ഞിട്ട് ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ വെയിലത്ത് വയ്ക്കണം. ഇതിങ്ങനെ ബോട്ടിൽ തുറന്നിട്ടൊന്നും അല്ല വെയിലത്ത് വയ്ക്കുന്നത്. ഇതുപോലെയാണ് വെയിലത്ത് വയ്ക്കുന്നത്. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് വെയിലത്ത് വയ്ക്കുന്നതുകൊണ്ടാണ് ചീത്തയാകാതിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു അച്ചാർ ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്യാൻ മറക്കല്ലേ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.